നമ്മുടെ റാം സ്ട്രേറ്റ് സ്മാർട്ട്. നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോ എന്തോ നൈസായിട്ട് എനിക്കിട്ട് താങ്ങുന്ന പോലെ. അല്ല വി ആർ സർപ്രൈസ്ഡ് മോനെ. ഇതൊക്കെ എങ്ങനെ നീ മനസ്സിലാക്കുന്നു? ഇനി എന്തൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്? മിഡിൽ ക്ലാസ് ലൈഫ് വളരെ ബുദ്ധിമുട്ടാണ്. ബാംഗ്ലൂർ സ്വന്തമായിട്ടൊരു വീടില്ലെങ്കിൽ അതും ബുദ്ധിമുട്ടാണ്. പിന്നീട് മറ്റുള്ളവരുടെ ജീവിതം കണ്ടപ്പോഴാ മനസ്സിലായേ ഞാൻ എത്ര സന്തോഷത്തോടെ വളർന്നേന്ന്. ഇത്രയും നാളായിട്ടും എന്റെ വീട്ടിൽ കറണ്ട് പോകുന്ന പോലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ വേറെ ആൾക്കാര് അവരുടെ വീട്ടിൽ കറണ്ട് പോകുന്നതിന് മുന്നേ തന്നെ ജോലിയെല്ലാം പെട്ടെന്ന് തീർക്കാൻ നോക്കും. രാമനല്ല ബുദ്ധ, വിവേക് ജ്ഞാനതയും. അല്ല മോനെ, നിനക്കിതൊക്കെ എങ്ങനെ മനസ്സിലായെന്ന്? അത് ജനങ്ങളിലേക്ക് ഇറങ്ങി അവരോടൊക്കെ ഒന്ന് ഇടപഴകുമ്പോ നമുക്ക് മനസ്സിലാവും. അയ്യോ, നീ കാണുന്ന ജനങ്ങളൊക്കെ നിനക്ക് ഇങ്ങനത്തെ വിവരങ്ങളൊക്കെ തരുന്നുണ്ടോ? ഞാൻ എത്രയോ വർഷമായിട്ട് നിന്റെ ഫ്രണ്ട് ആയിട്ടിരിക്കുന്നു. എന്ത് പ്രയോജനടാ? മുത്തശ്ശ നോക്കി, ഇവൻ കുറെ നേരമായി തുടങ്ങിയിട്ട്. നീ ഇതൊന്നും കാര്യാക്കണ്ട, ബുദ്ധി ഇല്ലാതെ ചേക്കനല്ലേ അവൻ. കറക്റ്റ്. നീയേ ഇനിയും പഠിച്ചിട്ട് വാ, നല്ലോണം പഠിച്ചോ, മനസ്സിലായ? മുത്തശ്ശ, ഓഫീസ് റിമൈൻഡർ. ഹേയ്, ലേറ്റ് ആയി വന്നേ. മുത്തശ്ശ, ഇന്ന് നിങ്ങൾ വരുന്നില്ലല്ലോ അല്ലേ? അത് പിന്നെ ദയവ് ചെയ്ത് വരരുത്. നിങ്ങൾ വന്നാ എന്റെ ജോലിയൊന്നും നടക്കില്ല. സൂരി കണ്ടോ, നിങ്ങൾ വന്ന അവന്റെ ജോലിയൊന്നും നടക്കില്ലെന്നാ പറയണേ. ഈ എന്ന് വെച്ചാ അവന് ജനങ്ങളോട് ഇടപെടാൻ പറ്റുന്നില്ലെന്ന്. അമ്മേ ഇങ്ങോട്ട് വാടാ. അപ്പൊ ശരി, ബൈ. എന്തോ അവന്റെ ജീവിതത്തിൽ കുറെ മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇനിയെങ്കിലും നന്നായാ മതിയായിരുന്നു. നിങ്ങൾ എന്താ ഈ തപ്പുന്നേ? എന്നോട് പറ, ഞാൻ നോക്കിയെടുത്തു തരാം. എണ്ണയിട്ട് തോർത്തു എടുത്ത് കുളിക്കാൻ പോയാ കുളിക്കാൻ തന്നെ മറന്നു വരുന്ന ആളാ. അങ്ങനൊരാൾ ഈ പഴയ പേപ്പറൊക്കെ മടിയിലിട്ട് നോക്കുന്നുണ്ട്. ചോദിച്ചതാ, എന്താന്ന് പറ. കുറച്ചു നേരം ഒന്നും വേണ്ടാതിരിക്കാൻ പറ്റുമോ നിനക്ക്? അമ്മേ, ഇന്ന് കുറച്ചധികം പണിയുണ്ട്. എനിക്ക് തിരിച്ചു വരാൻ കുറച്ച് ലേറ്റ് ആവും. നീ എല്ലാ ജോലിയും തീർത്തിട്ട് സമാധാനത്തിൽ വാ, ഇവിടെ ഞാൻ നോക്കിക്കോളാം. സിഹി, സ്കൂളിൽ നിന്ന് വന്നിട്ട് ഹോംവർക്ക് എല്ലാം കൃത്യമായി ചെയ്യണേ. അച്ഛാ, പോയിട്ട് വരാം. അമ്മ, പോയിട്ട് വരാം. വീടിന്റെ ജപ്തി നോട്ടീസ് കൈ കിട്ടിയിട്ടും നീ ഞങ്ങളോടൊന്നും പറയില്ല അല്ലേ? ഇനിയും ഇവിടെ ആലോചിച്ചോണ്ടിരുന്ന ലോൺ അടയ്ക്കാൻ പറ്റാതെ ജയിലിലേക്ക് പോകേണ്ടി വരും നിനക്ക്. അതെ, മോള് ലേറ്റ് ആവും. ഇവള് സ്കൂളിൽ വിട്ടിട്ട് വാ. ആയിക്കോട്ടെ, ശരി. 2 മിനിറ്റ്. നോക്കുമോളെ, നിന്റെ എഞ്ചിനീയർ മുത്തശ്ശൻ മോട്ടോർ സാഹസങ്ങളൊക്കെ വിട്ടിട്ട് പഴയ പേപ്പറിനോട് ഗുസ്തി പിടിച്ചോണ്ടിരിക്കുക. അയ്യോ, ഇന്നെന്താ മുഖം മങ്ങിയിരിക്കുന്നേ? അമ്മ എന്തെങ്കിലും പറഞ്ഞോ? പനി വല്ലതുണ്ടോ? പനിയുള്ളതായിട്ടൊന്നും തോന്നുന്നില്ലല്ലോ. നീ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കല്ലേ?
അതുകൊണ്ടാ നിന്നോട് അവൾ ഇനി വഴക്കിട്ടിരിക്കുന്നത്. അല്ല മോളെ, 2 മിനിറ്റ് നിൽക്ക്, ഇപ്പൊ പോവാട്ടോ. കൺഗ്രാറ്റ്സ് അപ്പോ. പുതിയ ബിസിനസ് തുടങ്ങുന്ന കാര്യം നീ പറഞ്ഞതേയില്ല. പുതിയ ബിസിനസ്സോ? ഏത് ബിസിനസ്സാ? കോഫി ഷോപ്പ്. അല്ലടാ, നീ ഇത്ര നന്നായിട്ട് കോഫി ഉണ്ടാക്കുന്നുള്ള കാര്യം എനിക്ക് അറിയേയില്ലായിരുന്നു. നീ എന്തോ വഴിതെറ്റി അടുക്കളയിൽ എത്തിയതാണെന്നാ ഞാൻ വിചാരിച്ചെ. പക്ഷെ നീ എന്താ അസാധ്യമായിട്ട് കോഫി ഉണ്ടാക്കിയത്. സൂപ്പർ അപ്പൂ. താങ്ക്സ് മേമ. മുത്തച്ഛൻ കോഫി കുടിച്ച് നിന്റെ അമ്മ ഉണ്ടാക്കിയിരുന്ന അതേ ടേസ്റ്റ് എന്ന് പറഞ്ഞില്ലേ? എക്സാക്ട്ലി. നിന്റെ മുത്തശ്ശനെ നിന്റെ അമ്മയുടെ കോഫി എന്ന് പറഞ്ഞ ജീവനായിരുന്നു. എത്ര വട്ടം ഉണ്ടാക്കി കൊടുത്താലും മുഴുവനും കുടിച്ചോളും, അറിയോ? ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട് മേമ, എന്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ അമ്മ എന്നെ നിങ്ങൾ നോക്കുന്നത് പോലെ തന്നെ നോക്കിയേനെ. കാരണം ഇവിടുന്ന് കിട്ടിയ സ്നേഹത്തിന് കണക്കില്ല. അർഹിക്കുന്ന പലതും എനിക്കും ജീവിതത്തിൽ ഒരിക്കലും കിട്ടിയിട്ടില്ല. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും എന്നെക്കാൾ ഭാഗ്യശാലി ഈ ഭൂമിയിൽ വേറെ ആരുമില്ല. ഞങ്ങളാടാ ഭാഗ്യശാലികള്. അതെന്തെന്നറിയോ? നിന്നെ ഞങ്ങൾക്ക് കിട്ടിയില്ലേ, അത് തന്നെ. അയ്യോ മേമ, ഇപ്പൊ തന്നെ ഞാൻ ലേറ്റായി. ബാക്കി നമുക്ക് വൈകിട്ട് സംസാരിക്കാം. നിങ്ങള് 3 പേരും കൂടി ചേർന്ന് എന്റെ അടുത്ത് നിന്ന് എന്തോ മറച്ചു വെക്കുന്നുണ്ട്. അതെന്താടാ സീക്രട്ട്? സീക്രട്ടോ? സീക്രട്ടാ? അങ്ങനെയൊന്നുമില്ലല്ലോ. നിങ്ങള് 3 പേരും കോഫി കുടിച്ചോണ്ടിരിക്കുമ്പോ കുശു 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 എന്ന് എന്തോ പറയുന്നുണ്ടായിരുന്നില്ലേ? അത് ആ രഹസ്യം എന്താണെന്നുള്ളത് എനിക്ക് ഇപ്പൊ തന്നെ അറിയണം. പറ. ഇല്ല, അങ്ങനെ രഹസ്യമൊന്നുമില്ല. റാമിനെപ്പോഴും പഞ്ചുവലായി ഓഫീസിൽ പോകാൻ ശീലമുള്ളതല്ലേ, അതാ. അപ്പോ നീ ബോസാടാ മോനെ. അപ്പോ ഒരു ഇച്ചിരി സമയം അങ്ങോട്ടും ഇങ്ങോട്ടും പോയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നിന്റെ കീഴിൽ ജോലി ചെയ്യുന്നവരെ അവരെപ്പോഴും പങ്ക്ച്വലായിരിക്കണം, അല്ലേ അശോക്? റാം, മീറ്റിംഗ്. മേമ, ഒരുപാട് ലേറ്റ് ആവുന്നു. ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ട്. വൈകുന്നേരം വന്നിട്ട് സംസാരിക്കാം. അപ്പോ മേമ പ്ലീസ്, വന്നിട്ട് സംസാരിക്കാം. ബൈ. രാമ, ഞാൻ വരച്ച ലക്ഷ്മണ രേഖ നീ പയ്യെ പയ്യെ മുറിച്ചുകൊണ്ടിരിക്കുവാണോ? 2 ദിവസം നിന്നിട്ട് പോവാന്ന് പറഞ്ഞവൻ ഇവിടെ സ്ഥിരതാമസാക്കാനുള്ള പരിപാടിയാണോ? അത് എത്രത്തോളം അപകടമാണെന്നുള്ളത് ഇവന് മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പൊ എന്താണ്? തൈക്കോളത്ത് അമ്മയാണ് സത്യം. അവൾ എന്തായാലും വരും. അവള് ട്രൈ ചെയ്യാമെന്നാ പറഞ്ഞത് അല്ലേ? ഓ, അതാണോ നിങ്ങളുടെ പ്രശ്നം? അവള് ഫോൺ ചെയ്തോണ്ടിരുന്നപ്പോ അവളുടെ അടുത്തിരുന്നത് ആരാ? ഞാനാ. ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവള് ഫോണേ ചെയ്യില്ലായിരുന്നു. കോടതി കയറി ഇറങ്ങി നടക്കണ്ടെങ്കിൽ വേഗം പോയി ലോയറേട്ടനെ കാണുമെന്ന്, ഉള്ള ജോലിയെല്ലാം മാറ്റി വെച്ചിട്ട് വേഗം വരണമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടാ ഞാൻ വന്നത്. സീത ഇനി എന്ത് സംഭവിച്ചാലും ഇവിടെ വരും. വന്നില്ലെങ്കിലോ? വന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് കമ്മീഷൻ ഒന്നും വാങ്ങില്ല. സീതയുടെ പേരിൽ കമ്മീഷൻ വാങ്ങാന്ന് കരുതിയോ? സീതയ്ക്ക് പകരം നിനക്കെന്താ വേണ്ടതെന്ന് പറ. കമ്മീഷൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും കിട്ടിയില്ല. സീത ആദ്യം ഒന്ന് വന്നോട്ടെ, എന്നിട്ട് തരാൻ ബാക്കി. എന്നെ നിങ്ങൾക്ക് തീരെ വിശ്വാസം ഇല്ല അല്ലേ? ഇല്ല, വിശ്വാസം ഇല്ല. ലോയർ, ഇവിടെ സ്നേഹത്തിനും വിശ്വാസത്തിനും സ്ഥാനമില്ല. പറഞ്ഞ കാര്യം നടക്കട്ടെ. സീത, വന്നല്ലേ പറ്റൂ. സീതാ നിലയത്തെ സംരക്ഷിക്കുന്ന രക്ഷകനും പിന്നെ ആ സീതയുടെ ആരാധകനും
രണ്ടും ഞാൻ തന്നെയാ. ഗുഡ് മോർണിംഗ്. ഡി ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പോലും മടിയാണോ? ഫോട്ടോ കാണിച്ചിട്ട് പോന്നു. PGയിൽ അടിയുണ്ടാക്കി, കൂടെയുള്ള ഒരുത്തി എന്നെ വായാടി എന്ന് വിളിച്ച് കളിയാക്കി. അതുകൊണ്ട് ഇന്ന് മൗനവ്രതം. എന്തിനാ നീ ഇങ്ങനെ ഇരിക്കുന്നേ? അയ്യോ, മറന്നുപോയി. ട്രാഫിക്കിൽ വരെ ഞാൻ മിണ്ടാതെ പിടിച്ചു നിന്നതാ. നിന്റെ ഈ ഇരിപ്പ് കണ്ടപ്പോ എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റിയില്ല. ഓ, ഇത്ര വേഗം മൗനവ്രതം കഴിഞ്ഞോ? രാവിലെ തന്നെ PGയിൽ ഒരുത്തിയെ ശരിയാക്കി വിട്ടതാ. നിന്നെ ശരിയാക്കി വിടണോ? ഒന്ന് പോ. നിനക്കിത് എന്താ പറ്റിയത്? ഒന്നുമില്ലടി. ഇതിൽ രണ്ടിലൊന്ന് തൊട്ടേ. എന്റെ മോളാ ഭേദം. തൊട്. നല്ല ടെൻഷനില്ല നീ. നിക്ക്, ഞാൻ പറയാം. നിന്റെ നാത്തൂൻ എങ്ങനെ വീട്ടിലേക്ക് വന്നോ? എനിക്കത് അറിയായിരുന്നു. നിന്റെ മുഖത്ത് ഇത്രയും ടെൻഷൻ ഉണ്ടാവണമെങ്കിൽ അതിന് കാരണം നിന്റെ നാത്തൂനായിരിക്കുമെന്ന്. ഇനി ഞാൻ എന്തൊക്കെ പറഞ്ഞു മനസ്സ് മാറ്റാൻ നോക്കിയാലും നിന്റെ മുഖം സ്റ്റക്കായ സിസ്റ്റം പോലെ ഇരിക്കുള്ളൂ. പോട്ടെ, വീട്. ഞാൻ നിനക്ക് കുറച്ച് സമയം തരാം. വേഗം നോർമലാവ്. 24 മണിക്കൂർ കഴിഞ്ഞ സീതയുടെ മേലവർക്ക് കേസെടുക്കാൻ പറ്റും. സെക്ഷൻ 406 ഓർ 420. ഇതൊന്നും ഫോണിൽ സംസാരിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. നേരെ എന്റെ ഓഫീസിലേക്ക് വന്നോളൂ. നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം. The best auditors in this room. I need results and quick. നിങ്ങൾക്ക് ഈ ഓഫീസിന്റെ എല്ലാത്തിന്റെ ആക്സസ് ഉണ്ട്. ഏതെങ്കിലും സിസ്റ്റത്തിന്റെ കോഡ്സ് അല്ലെങ്കിൽ പാസ്വേഡ്സ് വേണമെങ്കിൽ ചോദിക്കുക. നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിലോ അഥവാ എന്തെങ്കിലും മിസ്സിംഗ് തോന്നുന്നുണ്ടെങ്കിലോ ഞങ്ങളോട് പറയും. യെസ് സർ. യാ. May I come in, sir? പ്ലീസ് കം. പുതിയ ഓഡിറ്റേഴ്സ് വന്നെന്ന് കേട്ടു. അതുകൊണ്ട് ഞാൻ അവരെ ഒന്ന് പരിചയപ്പെടാന്ന് കരുതി വന്നാ. അവര് ഡീറ്റെയിൽസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. എന്തെങ്കിലും നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അവർ പരിചയപ്പെട്ടോളൂ. സാർ തമാശ പറഞ്ഞതാ ചരൺ. ഐ ലൈക്ക് യുവർ സ്പിരിറ്റ്. ഇത്രയൊക്കെ ആഗ്രഹിച്ച ഉള്ളിൽ വന്നതല്ലേ, ഞാൻ തന്നെ പരിചയപ്പെടുത്താം. എവ്രിവൺ, ദിസ് ഈസ് അവർ മാനേജർ ചരൺ D. Charan.D. കറക്റ്റ് അല്ലേ? ചരൺ പഴയ ബാലൻസ് ഷീറ്റും ട്രാൻസാക്ഷൻസും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവര്. അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്തു കൊടുക്കണം. ഞാൻ നോക്കിക്കോളാം സാർ. അയ്യോ, നോയിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഹെൽപ്പ് ചോദിക്കുമ്പോ ചെയ്തു കൊടുക്കണം. ശരി സാർ. ഓരോ ഫയലും നോക്കി ഞാൻ സൈൻ ചെയ്ത് അയച്ചതാണല്ലോ. ഓഫീസിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അതിനു മാത്രമേ എന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവരെന്തായിരിക്കും ചെയ്യുന്നത്? തെളിയിക്കാതെ ഞാൻ അടങ്ങിയിരിക്കില്ല. അച്ഛാ, മരുന്നൊക്കെ കൃത്യസമയത്ത് തന്നെ കഴിക്കണ്ടേ? സോറി മോളെ, സമയം പോയത് അറിഞ്ഞില്ല. നീയുള്ളതുകൊണ്ടാ ആ ചിത്രഗുപ്തനെ എന്റെ സമയം കിട്ടാതെ വല്ലാതെ ബുദ്ധിമുട്ടുന്നത്. അല്ലായിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട്. എന്താ അച്ഛാ ഇങ്ങനെയൊന്നും പറയരുതെന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അല്ല, അച്ഛനാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. സോറി മോളെ, ഇനി അങ്ങനെയൊന്നും പറയില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇതിനെ കുറിച്ചാ. ഓഫീസ് ജോലികൾ വീട്ടിലേക്ക് കൊണ്ടുവരരുതെന്ന് അപ്പുവിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദേണ്ടേ അച്ഛനും ഫയൽ പിടിച്ചോണ്ടിരിക്കുക. എന്ത് ചെയ്യാനാ മോളെ, ചില ഫയലുകളൊക്കെ നോക്കിയല്ലേ പറ്റൂ. അച്ഛൻ എന്തിനെങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നേ? അത് ഞാൻ ഇവിടെ ഉള്ളപ്പോ ആ ഫയലിങ് തന്നെ. വേണ്ട മോളെ, നീ ബുദ്ധിമുട്ടുണ്ട. ബുദ്ധിമുട്ടോ? അതെന്താച്ചാ, ഇത്രയും കാലം ഞാൻ തന്നെയല്ലേ ഇതൊക്കെ ചെയ്തിരുന്നത്. നിനക്കിപ്പോ വേറൊരു ഉത്തരവാദിത്വം ഇല്ലേ? രാമന്റെ കല്യാണം. ഇനി അത് മാത്രമേ ബാക്കിയുള്ളൂ.
നീ ഓഫീസിലെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കുന്നത് അവന് ഇഷ്ടമല്ല. മേമ എപ്പോഴും സമാധാനമായിട്ട് ഇരുന്നോട്ടെ എന്ന് പറയും. അല്ലച്ചാ, ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പുവിനോട് ചോദിച്ചാ അവൻ എന്നോടൊന്നും പറയുന്നില്ല. ഇപ്പൊ അച്ഛനും എന്നോടെല്ലാം മറച്ചു വെക്കുവാണോ? ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ രണ്ടുപേരും കൂടി എന്നിൽ നിന്ന് ഒളിക്കുന്നത് പോലെ തോന്നുന്നു എനിക്ക്. മറച്ചു വെക്കാൻ മാത്രം എന്തുണ്ടാകാനാ മോളെ, നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. മറച്ചു വെക്കുന്നതിലും പൂർത്തി വെക്കുന്നതിലും എക്സ്പെക്ട് ആണ് ഇവള്. എന്നിട്ട് ഇവള് അദ്ദേഹത്തോട് ചോദിക്കുക എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ. ആ കുട്ടികൾ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ആ രാമനെ നിന്റെ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധയാ. മേമ ടെൻഷൻ അടിച്ചിരിക്കുന്നത് അവന് സഹിക്കാൻ പറ്റണില്ല. മോളെ, ഗുളിക കഴിച്ചിട്ടേ നല്ല ക്ഷീണം വരുന്നുണ്ട്. ഒരു നല്ല കോഫി ഇട്ടുണ്ടോ? ഒന്ന് കളിച്ചു വന്നാലുള്ള ക്ഷീണം നന്നായിട്ട് കഴിച്ചാൽ മാറി കിട്ടും. പക്ഷേ ഇവിടെ ചിലർക്ക് ജീവിതം തന്നെ കളിയായി പോയി. വീട്ടുകാരെ മനസ്സിലാക്കാനേ അതിന് യോഗവും യോഗ്യതയൊക്കെ വേണം. അല്ലെങ്കിലേ ആരെന്തൊക്കെയാ സംസാരിക്കുന്നതെന്ന് മറഞ്ഞു നിന്ന് കേൾക്കേണ്ട അവസ്ഥ വരും മോളെ. അച്ഛാ, കോഫി റൂമിലേക്ക് എടുത്തുണ്ടെന്നാ മതി മോളെ. കോഫി. പൂച്ച കുറുകെ ചാടിയ അപശകുനാണെന്ന് പറയും. നീയാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ അപശകുനം. അച്ഛന്റെ മുന്നിൽ കിടന്ന് എന്തിനങ്ങനെ നാറാൻ നിൽക്കുന്നേ? കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂലയ്ക്ക് പോയിരുന്നൂടെ? വീടിനെ തുറന്നു തിന്നുന്ന എലികളിൽ നിന്നും ഈ വീടിനെ രക്ഷിക്കാൻ വേണ്ടി ഈ അപശകനെ ഇവിടെ തന്നെ കാണണം. ഇവിടെ തന്നെ കാണും. ഞാൻ ഇവിടുന്ന് പോയാൽ പിന്നെ ഈ വീട് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവിടെ കാണണം. കൃതജ്ഞത കാണിക്കണമല്ലോ. അയ്യോ, ഈ പുതിയ ഗ്യാങ് എന്തെങ്കിലും കുഴിച്ചു കണ്ടുപിടിക്കുന്നു പേടിയാവുന്നല്ലോ. BP എല്ലാം കൂടുന്നുണ്ടല്ലോ. ഹാർട്ടൊക്കെ പടക്കം പൊട്ടുന്ന പോലെയാണല്ലോ പൊട്ടുന്നത്. എക്സ്ക്യൂസ് മീ സർ. വാതില് മുട്ടി വിളിച്ചിട്ട് വരണമെന്ന് അറിയാൻ പാടില്ലേ? സർ, ഞാൻ ചോദിച്ചിട്ടാ വന്നേ. എന്ത് കാര്യത്തിനാ? സർ, ഹാഫ് ഡേ ലീവ്. എന്ത് ഹാഫ് ഡേ ലീവ് സർ? ഓ, നീ കേറി വരുന്നതിന് ഉച്ചക്കാ. ചോദിച്ചു കഴിഞ്ഞാ പിക്നിക്ക്, ട്രാഫിക്, 100 കാരണങ്ങളാ. എന്താ ഇനി ഇവിടെ നിൽക്കാൻ പോവാണോ? പോയി ജോലി ചെയ്യ്. സർ, ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഇത്ര നേരം ഞാൻ ജപ്പാനീസ് ഭാഷയിലാണോ സംസാരിച്ചത്? പോവാണ്, പൊക്കോ. സാലറി കട്ടാവും ഓർത്തോണം. എനിക്ക് കുറച്ച് മനസ്സമാധാനം താ. സർ, പ്ലീസ് സർ. ഒരു ദിവസം സാലറി കട്ടായാലും കുഴപ്പമില്ലേ? നോക്കൂ സീത, ഈ കാര്യത്തിൽ എന്തെങ്കിലും ഡിലേ വന്നാൽ അത് വലിയ പ്രശ്നമാവും. ഇന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ 2 ആഴ്ച ഭയങ്കര ബിസി ആയിരിക്കും. ഓക്കെ സർ. സർ, ഞാനിപ്പോ പൊക്കോട്ടെ. പൊക്കോ. താങ്ക് യു സർ. ഹലോ സീത മാഡം. ഹലോ സർ. നിങ്ങൾ വരുമല്ലോ അല്ലേ? ഹാ സർ, വരും. ഗുഡ്. ഞാൻ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്തതേ ഉള്ളൂ. എന്താണെന്നറിയോ,
ഞാൻ അതുകൊണ്ടിന്ന് വേറെ അപ്പോയിന്റ്മെന്റ് ഒന്നും എടുത്തിട്ടില്ല. അരമണിക്കൂർ സമയം മതിയെന്നും പറഞ്ഞ് ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ അവരെക്കാൾ സീതയുടെ കേസ് ഒരുപാട് ക്രിട്ടിക്കലാ. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ നാളെ അത് വലിയ പ്രശ്നമാവും. ഞാൻ ഇപ്പൊ തന്നെ എന്തായാലും അങ്ങോട്ടേക്ക് വരാം. വരൂ വരൂ. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ കേസ് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഞാൻ ഇങ്ങനത്തെ എത്ര കേസ് ഡീൽ ചെയ്തിട്ടുള്ളതാ. ആക്ച്വലി ഞാൻ ഇതുപോലെ ഒരാൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയോ ഫേവർ ചെയ്യുകയോ ചെയ്തത് ഓർമ്മയിലേ ഇല്ല. സീതയ്ക്ക് വേണ്ടിയാ. ഒരുപാട് പരിചയമായി പോയില്ലേ. കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും സഹായിച്ചില്ലെങ്കിൽ അത് തെറ്റായി പോകും. പിടിക്ക്, ഉച്ചയ്ക്ക് ഇത് കഴിച്ചോ? ഞാനൊന്ന് പുറത്തേക്ക് പോവാം. ഞാൻ ബേസിക്കലി ഒരുപാട് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളാ. നിങ്ങൾക്ക് ഇതല്ലാതെ മറ്റെന്തെങ്കിലും സഹായമോ മറ്റോ? സർ, ഞാനിപ്പോ എങ്ങോട്ടാ വരേണ്ടത്? ഞാൻ ഓഫീസ് അഡ്രസ് അയക്കാം. നീ എങ്ങോട്ടാ പോകുന്നേ? ഞാൻ വന്നിട്ട് പറയാം, നിക്ക്. എന്താ? ഇല്ല സർ, നിങ്ങൾ അഡ്രസ് അയക്കും, ഞാനിപ്പോ എത്തും. സീതാ മാഡം, നിങ്ങൾ ഓഫീസിൽ തന്നെയാണോ ഉള്ളത്? ഇല്ല സർ, ഞാൻ ഇറങ്ങാണ്. ഇപ്പൊ എത്തും സർ. എല്ലാവരും ഓഫീസിലേക്ക് ലേറ്റ് ആയാ ഇതുവഴിയല്ലേ പോകണ്ടിയെ? എവളെന്തിനാ ഈ വഴി പോകുന്നേ? ഇത്രയ്ക്കധികം കൺഫ്യൂഷനോ? എന്താവോ എന്തോ. ഗുഡ് മോർണിംഗ്. ഹലോ, ഫയൽ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ അയക്കാം. എന്നോടൊരു ഗുഡ് മോർണിംഗ് പോലും പറയാതെ അങ്ങ് പോയല്ലോ. ഓ, ചിലപ്പോ വെറുതെ ഇട്ട് എന്നെ കളിപ്പിക്കുന്നതായിരിക്കും. അവളെന്തെങ്കിലും പറഞ്ഞിട്ടാണോ പോയത്? എന്താ? എന്തിനാ? അല്ല, അവൾ എങ്ങോട്ടാണ് പോയതെന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. ഞാൻ ദേഷ്യത്തിൽ നിൽക്കുന്നത് കണ്ടിട്ട് നിനക്കത് ചോദിക്കാൻ തോന്നിയില്ലേ? ചേച്ചേ, നിങ്ങൾ എന്തിനാണ് ദേഷ്യം പിടിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി അവള് എങ്ങോട്ടാണ് പോയതെന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. അതിനിപ്പോ എന്താ? എനിക്കറിയില്ല. വല്ല ഗുഹയിലേക്കും പോയതായിരിക്കും. ഗുഹയോ? എന്നുവെച്ചാ ബോസ് ചേംബർ. അല്ല, നീ ആരെ പറ്റി ചോദിച്ചത്? സീതയെ കുറിച്ച്. അയ്യോ, അവളോ? എന്താണോ രാവിലെ തൊട്ട് ഭയങ്കര ഡള്ള.